തിരുവനന്തപുരത്തേക്ക് പോയാൽ മുടവൻ മുകളിൽ മതിലിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണു. വാട്ടർ അതോറിറ്റിയുടെ മതിലാണ് തകർന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. വീടുകൾക്ക് കേടുപാടുണ്ട്. സഫ്വാൻ കാളികാവ് വിശദാംശങ്ങളുമായി. സഫ്വാൻ, വീടിന് കാര്യമായ കേടുപാട് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം മുടവൻകോട്ടിലാണ് ഇത്തരത്തിൽ 2 വീടിന്റെ മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണത്. രാവിലെ പുലർച്ചെയായിരുന്നു സംഭവം. ഈ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലം നിൽക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇന്നലെ അടക്കം തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലൊക്കെ അടക്കം വലിയ മഴയുണ്ടായിരുന്നു. പിന്നീട് ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. നേരത്തെ തന്നെ നാട്ടുകാരടക്കം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്കും മറ്റൊക്കെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. നാട്ടുകാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ചേട്ടാ, ഇതുമായി എന്താ പരാതി കൊടുത്തിരുന്നു നേരത്തെ? നേരത്തെ ഒരു 10 വർഷം കൊണ്ട് ഇത് ഇവിടുത്തെ ഈ പരാതിയല്ല. ഈ പരാതിയല്ല, അപ്പുറത്തെ ഒരു മതിലുണ്ട്, മുട്ടമതിൽ. അത് ഇനി കുറേ എണ്ണം ചാവും. അത് ഉറപ്പ് തന്നെ. കുറേ എണ്ണം ചാവും. ആ റോഡ് സൈഡാണ്. സ്കൂളിൻ്റെ മുടവമൽ LP സ്കൂളിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മതിൽ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഭയങ്കര ഞാൻ ഇവിടുത്തെ യൂണിയൻ്റെ കൺവീനർ പെൻഷനായി അങ്ങനെ നമ്മൾ സഖാവ് ഗോപനറിയാം. ഇല്ല, ഞാൻ തന്നെ ഈ സംഭവം കണ്ടത് എല്ലാം. 4:30 മണിക്കാണ് കൃത്യമായി സംഭവം നടന്നത്. ഞാൻ എഴുതി വന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് കേട്ട് ഞാൻ ടാർച്ച് അടിച്ചൊക്കെ നോക്കിയപ്പോൾ കാണാം ഈ സംഭവം ഇവിടെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ സംഭവം ഇവിടെ അവിടെ നോക്കിയപ്പോൾ എനിക്ക് കാണാം. ഇവിടെ ഓടി വന്നു. അപ്പോൾ നമ്മളെ കമ്മീഷണറെ വിളിച്ച് രാവിലെ വരാം, നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്, എല്ലാവരെയും വിളിക്കാം എന്ന് ഉള്ള വാക്ക് പറഞ്ഞു. സത്യസന്ധത്തെ എല്ലാവരും 4:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ഉറക്കത്തിലായിരുന്നു. ഈ വെള്ളം വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നേരത്തെ വീട്ടുകാരോടടക്കം സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 2 വീടുകളിലേക്ക് ഉള്ളിലേക്ക് കല്ലും മണ്ണും അടക്കം വീണ ഒരു അപകട അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഒരു അപകടാവസ്ഥ നമുക്ക് കാണാം. ഈ മതിലിന് താഴെ ജനവാസ മേഖലയാണ്. ഒരുപാട് വീടുകൾ ഇത്തരത്തിൽ ഈ അപകട ഭീഷണിയിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പുലർച്ചെയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് അടക്കം പരാതി നൽകിയിരുന്നെങ്കിലും അല്ലെങ്കിൽ പരാതി ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിലും ഇവിടുത്തെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു അധികൃത ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ടായിരുന്നില്ലെന്ന പരാതി ഏതായാലും നാട്ടുകാർക്കുണ്ട്. അധികൃതരെല്ലാവരും ഏതായാലും ഇങ്ങോട്ട് എത്തി പരിശോധന നടത്തുകയാണ്. ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം അടക്കം വേണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. സൈഫു.